എങ്ങനെയാണ് ഒരു തുടക്കക്കാരന് നല്ല കോൺഫിഡൻസ് കിട്ടുക, ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് എടുക്കാനും ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഇതിന് മെയിനായിട്ട് നമ്മൾ തന്നെ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പല ഭാഗങ്ങളും സ്റ്റക്കാവും. അപ്പോൾ ഒരു ബഗ് കാരണമോ അങ്ങനെ എന്തെങ്കിലും റീസൺ കൊണ്ട് സ്റ്റക്ക് ആവുകയാണെങ്കിൽ അത് നമ്മൾ തന്നെ ഇരുന്ന് റിസോൾവ് ചെയ്താൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഇങ്ങനെ ഒരു 1-2 പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ഏത് പ്രോജക്റ്റ് ആണെങ്കിലും നമുക്കത് മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവും അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും. പിന്നെ അതൊരു തലക്കുന്നിരുന്നിട്ട് അങ്ങോട്ട് ചെയ്താൽ പിന്നെ ഏതൊരു പ്രോബ്ലം ആണെങ്കിലും നമ്മളതിനെ ചോപ്പ് ചെയ്ത് ചെറിയ പീസുകളാക്കിയാൽ ഏത് പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാന്നുള്ളത് നോട്ട് ഓൺലി ടെക്നിക്കൽ എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഏതൊരു പ്രശ്നമാണെങ്കിലും അതിനെ നമ്മൾ ചോപ്പ് ചെയ്യുക, ചെറിയ പീസാക്കുക, എന്നിട്ട് അനലൈസ് ചെയ്യുക, എന്നാൽ അത് നമുക്ക് സിമ്പിളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ശരിക്കും ഒരു 2-3 പ്രോജക്റ്റ് ചെയ്യുക, അത് പ്രോജക്റ്റ് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ കോൺഫിഡൻസ് ആയിക്കോളും. കാരണം ഒരുപാട് ബഗ് വരും, ആ ബഗ്ഗൊക്കെ ഫിക്സ് ചെയ്യും, ഒരുപാട് പ്രോബ്ലം വരും. അതൊക്കെ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺഫിഡൻസ് വരും.